Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. So let us start. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ the question അതായത് ഓർഡർ ആൻഡ് ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the order and degree of the differential equation 1 plus dy by dx whole square plus sin into sin dy by dx whole raised to 3 by 4 is equal to d square y by dx square. Okay, ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 2, 3, അതായത് ഓർഡർ കോമ ഡിഗ്രി എന്നുള്ളൊരു ഓർഡറിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓർഡർ കോമ ഡിഗ്രി അങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ അത് കെയർഫുൾ ആയിരിക്കാം. ഇനി a 2, 3, b 2, 3 by 4, c 2, 4, d none of these. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ഓർഡർ 2 ഡിഗ്രി 4. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരണേ നോക്കാം. ആദ്യം തന്നെ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഗിവൺ 1 plus dy by dx whole square plus sin of dy by dx whole raised to 3 by 4 is equal to d square y by dx square. സോ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ പവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം, നോർമലായിട്ട്, അതായത് ബൈ റേഷ്യോ ഫോമിൽ ഇതിപ്പോൾ 3 by 4 അങ്ങനെ റാഷണൽ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ തന്നെ മാറ്റുക. ഓക്കെ, അപ്പോൾ 3 by 4 അല്ലുള്ളത്. സോ നമ്മൾ LHSലും RHSലും ഇൻറ്റു 4 ചെയ്യുക പവർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് LHSൽ 3 by 4 റേസ് ടു 4 ചെയ്യുമ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ആവും അല്ലെ. കാരണം എന്താ, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്താ, എക്സ് റേസ് ടു എം ഇൻറ്റു എൻ ആണ്. സോ ഇവിടെ LHSന്റെ പവർ 3 by 4 ആണ്. അപ്പോൾ ഇൻറ്റു 4 വരും. ആ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ഹോൾ റേസ് ടു 3 ആണ് വരിക. അതിന് വേണ്ടിയിട്ടാണ്. സോ റാഷണൽ ഫോമിൽ ഇതുപോലെ പവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ LHSലും RHSലും ആ കൺസേൺഡ് ഡിനോമിനേറ്ററിൽ ഏതാ പവർ വന്നിരിക്കുക അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരേപോലെ ചെയ്യണം, RHSലും ചെയ്യണം. സോ ഇവിടെ LHSൽ അപ്പോൾ എന്താ മാറ്റം വരിക, അതായത് ഈ ഹോൾ ടേം റേസ് ടു 4 കൊടുക്കുക ഇസ് ഈക്വൽ ടു RHS ടേം ഹോൾ റേസ് ടു 4 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി 1 plus dy by dx whole square plus sin of dy by dx whole cube, കാരണം ഈ 4ഉം 4ഉം ക്യാൻസൽ ആയി, ഇസ് ഈക്വൽ ടു d square y by dx square whole raised to 4. ഇനി നമുക്ക് ഇതേപോലെ ഇപ്പോൾ റാഷണൽ ഫോമിലൊന്നല്ല പവേഴ്സ് ഉള്ളത്, നോർമൽ ഫോമാണ്. ഇനി നമുക്ക് ഡിഗ്രിയും ഓർഡറും, അതായത് ആദ്യം ഓർഡർ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ LHSും RHSും ത്രൂ ഔട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി RHSലെ ടേം എന്താ, d square y by dx square ആണ്. അതല്ലേ ഹയസ്റ്റ് ഓർഡർ, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഓർഡർ എന്താ, 2 ആണ്. d square y by dx square, സോ ഓർഡർ 2 ആണ്. അതേപോലെ ഇനി ഡിഗ്രി എന്താ വരിക, ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ എന്താണെന്ന് നോക്കാം. 4 ആണ് അല്ലെ. അപ്പോൾ ഡിഗ്രി ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ, 4 ആണ്. സോ ഓർഡർ 2ഉം ഡിഗ്രി 4 ആണ് ആൻസർ. Next question, the order and degree of the differential equation d cube y by dx cube plus 4 into square root of dy by dx whole cube plus y square is equal to 0. Options തന്നിരിക്കുന്നത് A 3 2, B 2 3, C 3 3, D 1 1. Correct answer option A ആണ്, order 3 degree 2. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കാം. ഓക്കെ, അതിലിപ്പോൾ റാഷണൽ ഫോമിൽ ടേംസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താ, 1 by 2 അല്ലേ. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് റാഷണൽ ഫോമിൽ പവേഴ്സ് ഒന്നും കാണുന്നില്ല. ബട്ട് സെക്കൻഡ് ടേമിന് സ്ക്വയർ റൂട്ട് ഓഫ് ആ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് ഡെറിവേറ്റീവ് ടേംസ് ഉണ്ട്. അപ്പോൾ ആദ്യം അത് റിമൂവ് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഈ d cube y by dx cube എന്ന് പറയുന്നത് LHSൽ തന്നെ എഴുതാം. ഇനി ഇസ് ഈക്വൽ ടു ഈ +4 ഇൻറ്റു ടേം എന്താവും, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -4 ഇൻറ്റു, ദാറ്റ് ഈസ് -4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ടേം, അതായത് dy by dx ഹോൾ ക്യൂബ് പ്ലസ് y സ്ക്വയർ അല്ലെ. LHSൽ വരുന്നത് d cube y by dx cube. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ്. ആ 4 ഇൻറ്റു റൂട്ട് ടേം എന്ന് പറയുന്നത് നമ്മൾ RHSൽ കൊണ്ടുപോയി, ഇപ്പോൾ -4. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ സ്ക്വയർ റൂട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. സോ റേസ് ടു ഹാഫ് എന്നുള്ളത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം അല്ല. സോ സ്ക്വയർ ചെയ്യണം, LHSും RHSും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് RHSൽ ഇതേപോലെ ഈ റേസ് ടു ഹാഫും ഈ 2ഉം കൂടി ക്യാൻസൽ ആവും. 1 by 2 ഇൻറ്റു 2 അല്ലേ വരാം. സോ ഈ 2 ക്യാൻസൽ ആവും. ഇനി LHSൽ എന്താ വരിക, d cube y by dx cube ഹോൾ സ്ക്വയർ, അതങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയല്ലോ? ഈ -4 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താ, 16. അതാണ് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. LHSനെയും RHSനെയും സ്ക്വയർ ചെയ്യുക. ആദ്യം റീഅറേഞ്ച് ചെയ്യുക. 4 ഇൻറ്റു റൂട്ട് ടേം RHSൽ കൊണ്ടുപോകുക. അപ്പോൾ -4 ഇൻറ്റു റൂട്ട് ടേം ആവും. എന്നിട്ട് LHS RHS സ്ക്വയർ ചെയ്യുമ്പോൾ -4 സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും, 16 ഇൻറ്റു ആ റൂട്ട് ടേം എന്നുള്ളത് റൂട്ട് ക്യാൻസൽ ആവും. സോ റൂട്ടിൻ്റെ ഉള്ളിലത്തെ ടേം എഴുതി. അപ്പോൾ അതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓർഡർ ആൻഡ് ഡിഗ്രി
നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി അല്ലേ. അപ്പോൾ ഓർഡർ ആൻഡ് ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈ ഇക്വേഷനിൽ ഏതാ നോക്കാം. LHS ആൻഡ് RHS നോക്കുക. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം d³y/dx³ ആണ് അല്ലേ. ഇവിടെ dy/dx ഉള്ളൂ, ഇത് d³y/dx³ ആണ്. ദാറ്റ് മീൻസ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് ഓർഡർ ഏതാ 3 ആണ് ഓർഡർ വരിക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഓർഡർ 3 കിട്ടി. ഇനി ആ തേർഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ എന്താ 2 ആണ്. അതാണ് നമുക്ക് ഡിഗ്രി ചൂസ് ചെയ്യേണ്ടത്. സോ ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ എന്താ 2 ആണ്. അപ്പോൾ 3,2 ആണ് ആൻസർ. Next question, the differential equation whose general solution is y is equal to a e raised to x plus b e raised to minus x is. Options are a d square y by dx square plus y is equal to 0, b d square y by dx square minus y is equal to 0, c d square y by dx square plus y is equal to 1, d dy by dx minus y is equal to 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ജനറൽ സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ തന്നിട്ട് ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 സ്റ്റെപ്സ്, നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റൻസ് എത്രയുണ്ടോ അത്രയും നമ്മൾ ഡെറിവേറ്റീവ് കാണണം അല്ലെ ഈ ഇക്വേഷന്റെ. എന്നിട്ട് ഫൈനലി ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യണം. ആ കിട്ടുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാം. ഇതിലിപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. d²y/dx² മൈനസ് y is equal to 0. നമുക്കത് എങ്ങനെ വരണേ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, y is equal to a e raised to x plus b e raised to minus x. അപ്പോൾ അതിൽ നോക്കി അറിയാം 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം LHSലും RHSലും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് എന്താവും dy/dx is equal to, ഇനി ഓരോ ടേംസിന്റെ d/dx എടുക്കാം. d/dx of a e raised to x plus d/dx of b into e raised to minus x. അപ്പോൾ a e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താ, a കോൺസ്റ്റന്റ് പുറത്തെടുത്തു, e raised to x ന്റെ e raised to x തന്നെയാണ്. ഇനി പ്ലസ് d/dx of b into e raised to minus x, b കോൺസ്റ്റന്റ് മാറ്റി എഴുതി. e raised to minus x ന്റെ എന്താ വരിക, മൈനസ് e raised to minus x വരും. കാരണം എന്താ, e raised to minus x ന്റെ അതേ ടേം എഴുതി. ഇനി ആ പവറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ -1. അതുകൊണ്ടാണ് മൈനസ് e raised to minus x. അപ്പോൾ a e raised to x മൈനസ് b e raised to minus x കിട്ടി. ഇനി അഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് d/dx, ഇപ്പോൾ 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വൺസ് മോർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. d/dx of dy/dx അതല്ലേ LHSൽ വരിക. അതായത് d²y/dx² is equal to d/dx of ഈ ഓരോ ടേംസിന്റെ അഗെയിൻ നമ്മൾ ഡെറിവേറ്റീവ് കാണണം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ d/dx of a e raised to x minus b e raised to minus x. അപ്പോൾ ആദ്യം നമ്മൾ ഇതേ ചെയ്ത സെയിം ടേംസ് തന്നെ വരും അല്ലെ. a into e raised to x ആണ് ആദ്യത്തെ ടേം വരിക, അത് എഴുതി. സെക്കൻഡ് ടേം മൈനസ് b into e raised to minus x ആണ് വരിക. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ. അപ്പോൾ ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. സോ പ്ലസ് b into e raised to minus x. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഈ a e raised to x plus b into e raised to minus x എന്താ, ക്വസ്റ്റ്യനിൽ ഓൾറെഡി അത് y ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സോ അതിനെ നമ്മൾ y ആയിട്ട് റീപ്ലേസ് ചെയ്യാം. LHS d²y/dx² തന്നെ എഴുതാം. അപ്പൊ നമുക്ക് d²y/dx² is equal to y കിട്ടി. ഈ y നെ LHSൽ എഴുതാം. അപ്പൊ എന്ത് കിട്ടും, d²y/dx² മൈനസ് y is equal to 0. അതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Next question, what is the differential equation of a minus b by x? Options തന്നിരിക്കുന്നത് a x y2 plus y1 is equal to 0. ഇതിൽ ഈ y2 y1 ഈ സബ്സ്ക്രിപ്റ്റ്സ് ഒക്കെ എന്താണ് മെയിൻ ചെയ്യുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് ഓർഡർ ആണ് കേട്ടോ. അതായത് y2 എന്ന് പറയുന്നത് d²y/dx² ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ അതാണ് മീനിങ്. y1 എന്ന് പറയുമ്പോൾ എന്താ വരിക, dy/dx വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ചില കേസസിൽ y ഡാഷ് മെൻഷൻ ചെയ്യാറുണ്ട്, y ഡബിൾ ഡാഷ് മെൻഷൻ ചെയ്യാറുണ്ട്. സോ സബ്സ്ക്രിപ്റ്റ് ഇതുപോലെ നമ്പർ ഫോംസിൽ 1 2 3 അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ റേസ് ടു ഡാഷ്, നമ്പർ ഓഫ് ഡാഷസ് എന്താണ്, അത്രയും നമ്പർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നാണ് മീനിങ്. അപ്പോൾ അത് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വായിക്കുക. x into y2 plus y1 is equal to 0. b എന്ന് പറയുന്നത് xy2 plus 2y1 is equal to 0. c xy2 minus 2y1 is equal to 0. d 2xy2 plus y1 is equal to 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. xy2 plus 2y1 is equal to 0. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം, a minus b by x. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LHS എന്താവും dy by dx ആവും. ആ dy by dx ന് നമ്മൾ y1 എന്ന് എഴുതി. കാരണം ഓൾറെഡി ഓപ്ഷൻസിൽ y1 y2 ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതേ ഫോമിൽ തന്നെ എഴുതാം. സോ y1 is equal to ഇനി RHSൽ എയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? 0 ആവും. ഇനി മൈനസ് ബി ബൈ എക്സിന്റെ ഡെറിവേറ്റീവില് നമ്മൾ മൈനസ് ബി ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, എന്നിട്ട് 1 by എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? d by dx ഓഫ് 1 by x എന്താ വരിക? അതായത് 1 by x എന്ന് പറയുന്നത് x raised to -1 ആണ് അല്ലേ? x raised to -1 ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? -1 by x square വരും അല്ലേ? അതായത് x raised to n-1 into n, അതായത് x raised to n-1. So x raised to -1 ന്റെ എന്താ വരിക? -1 into x raised to -1 എന്ന് പറയുന്നത് x raised to -2. അത് താഴേക്ക് എഴുതിയാൽ x square. So -1 by x square അറിയാവുന്ന കാര്യമാണ്. സ്റ്റിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. അപ്പോൾ 1 by x ന്റെ -1 by x square ആണ്. ഓൾറെഡി -b ഉണ്ടല്ലോ. സോ -b into -1 by x square എന്താവും? മൈനസ് പ്ലസ് ആവും. അപ്പോൾ b by x square. ക്ലിയർ ആയല്ലോ? സോ LHS y1 RHS പ്ലസ് b by x square. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യാം. x സ്ക്വയറിനെ LHSൽ കൊണ്ടുവരാം. സോ x square into y1 is equal to b കിട്ടി. Again നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് എയും ബിയും രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. വൺസ് മോർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു, അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 എന്താ വരിക? ഈ 1 എന്നുള്ളത് എന്താവും? 2 ആവും, y2 ആവും. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് ഇനി y1 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 2x y1 കിട്ടും. അപ്പോൾ പ്ലസ് 2x y1 ഇസ് ഈക്വൽ ടു ബിയുടെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. സോ ഇസ് ഈക്വൽ ടു 0. ഇനി എക്സ് എന്നുള്ള ടേം ഒരെണ്ണം കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് y2 പ്ലസ് 2y1 ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് RHSൽ കൊണ്ടുപോയാൽ എന്താവും? 0 by x 0 തന്നെ വരും. ഇനി എക്സ് ആ ബ്രാക്കറ്റിലെ ടേം എക്സ് y2 പ്ലസ് 2y1 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Next question. The differential equation of all circles passing through the origin and having centers on the y-axis is. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. A x square minus y square into dy by dx minus 2xy equal to 0. B x square minus y square into dy by dx plus 2xy is equal to 0. C x square plus y square into dy by dx minus 2xy equal to 0. And D minus of x square plus y square into dy by dx minus 2xy is equal to 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരണേ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? All circles passing through origin and having centers on y axis ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒറിജിനിലൂടെ പാസ് ചെയ്യും അല്ലേ? സർക്കിൾസ് ഇങ്ങനെയാണ് ബേസിക്കലി വരിക. പാസിംഗ് ത്രൂ ഒറിജിൻ ഹാവിംഗ് സെന്റേഴ്സ് ഓൺ y ആക്സിസ്. ഓക്കെ, സോ സെന്റേഴ്സ് ഓൺ y ആക്സിസ്. ഇപ്പം ഇങ്ങനെയാണ് സർക്കിൾസ് വരിക. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ഇതില് നമുക്ക് സെന്റർ എന്ന് പറയുന്നത് y ആക്സിസിലാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇത് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതിൽ y ആക്സിസിന്റെ പ്രത്യേകത എന്താ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0, സാധാരണ നമ്മൾ സർക്കിളിന്റെ h, k എന്നാണ് എടുക്കാറ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ h എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ? നമുക്ക് സെന്റർ y ആക്സിസിൽ മാത്രമേ ഉള്ളൂ. സോ 0, k യിൽ അതിന്റെ കോർഡിനേറ്റ് വരിക. ഇനി അത് മാത്രമല്ല, റേഡിയസ് എന്താ വരിക? അതായത് 0, k എന്ന് പറയുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് k തന്നെയല്ല വരിക. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിന്റെ വാല്യൂ എന്താ വരിക? k ആണ് വരിക. ക്ലിയർ ആയല്ലോ? സോ റേഡിയസും k തന്നെയായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഈ സർക്കിൾ ഒറിജിനിലൂടെ പാസ് ചെയ്യും. പിന്നെ സെന്റർ എന്ന് പറയുന്നത് y ആക്സിസിലാണ്. അപ്പോൾ ഒറിജിനിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അപ്പോൾ ആ ഒരു k കോർഡിനേറ്റ് ആണ് ഇപ്പോൾ നമ്മളിവിടെ സെന്ററിൽ y ആക്സിസിന്റെ കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് സെന്ററിൽ. സോ അത് തന്നെയാണ് നമുക്ക് റേഡിയസ് ആയിട്ടും വരിക ഈ ഒരു കേസിൽ അല്ലെ? അപ്പൊ അത് കാരണം ഇവിടെ h, k നമ്മൾ പറഞ്ഞു h എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല റേഡിയസ് അപ്പൊ എന്താണുള്ളത്? k തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാം. x minus h whole square plus y minus k whole square is equal to r square ആണ് അല്ലെ? x minus h whole square plus y minus k whole square is equal to r square.
അപ്പോൾ ഇതിൽ h എന്ന് പറയുന്നത് 0 ആണ്, k അങ്ങനെ തന്നെ എഴുതുക, r ഉം k ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു k സ്ക്വയർ. അപ്പോൾ ഇത് x സ്ക്വയർ തന്നെയല്ല വരിക. x സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു k സ്ക്വയർ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ y മൈനസ് k ഹോൾ സ്ക്വയർ എന്താ വരിക? x സ്ക്വയർ അങ്ങനെ എഴുതി. സെക്കൻഡ് ടേം എന്താ വരിക? y സ്ക്വയർ മൈനസ് 2yk പ്ലസ് k സ്ക്വയർ. ഇനി ഇസ് ഈക്വൽ ടു k സ്ക്വയർ ഉണ്ട്. ഈ k സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 2yk ഇസ് ഈക്വൽ ടു 0 കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇനി നമ്മൾ കെനെ മാത്രം RHS എഴുതാം, ബാക്കി ടേംസ് LHS എഴുതാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 2y ഇസ് ഈക്വൽ ടു k. അത് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ d ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജിയുടെ ഇക്വേഷൻ ജനറൽ ഫോർമുല എന്താ പഠിച്ചിട്ടുള്ളത്? g ഇൻറ്റു എഫ് ഡാഷ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ. അതായത് ഇപ്പൊ ന്യൂമറേറ്റർ ആണ് എഫ്, ഡിനോമിനേറ്റർ ആണ് ജി. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. സോ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ന്യൂമറേറ്റർ വരുന്നത്, അതായത് എഫ് എന്ന് പറയുന്നത്. ഇനി ജി എന്ന് പറയുന്നത് 2y ആണ്. സോ ജി എഫ് ഡാഷ്, ജി എന്ന് പറയുന്നത് 2y ഇൻറ്റു എഫ് ഡാഷ് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് 2x പ്ലസ് 2y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ഇല്ലേ, dy ബൈ dx. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം കിട്ടി 2y ഇൻറ്റു 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx. ക്ലിയർ ആയല്ലോ? അതാണ് ഇത്രയും പോർഷൻ ഇവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മൈനസ് നെക്സ്റ്റ് ടേം എന്താ വരിക? എഫ് ഇൻറ്റു ജി ഡാഷ്. ഓക്കെ, എഫ് ഇൻറ്റു ജി ഡാഷ് എന്ന് പറയുമ്പോൾ എഫ് അങ്ങനെ എഴുതി, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് 2yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ 2 ഇൻറ്റു dy ബൈ dx. ഇനി ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ, അതായത് 2yയുടെ ഹോൾ സ്ക്വയർ എന്താ? 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു RHSൽ k ആണ് അല്ലെ, kയുടെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. സോ ആ 0 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 4y സ്ക്വയർ എന്ന് പറഞ്ഞാൽ RHSൽ പോയാൽ 0. സോ ഡിനോമിനേറ്റർ പോയി. അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന ടേംസ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് 4y ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4xy പ്ലസ് 4y സ്ക്വയർ ഇൻറ്റു dy ബൈ dx മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dy ബൈ dx ഈക്വൽ ടു 0. ഇനി അഗെയിൻ റീഅറേഞ്ച്മെന്റ്, ഈ dy ബൈ dxന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. സോ 4y സ്ക്വയർ ഇനി മൈനസ് 2x സ്ക്വയർ ദെൻ മൈനസ് 2y സ്ക്വയർ, ഓക്കെ, ഇൻറ്റു dy ബൈ dx പ്ലസ് ഈ 4xy ഇങ്ങനെ തന്നെ എഴുതി ഇസ് ഈക്വൽ ടു 0. ഇനി 2y സ്ക്വയർ മൈനസ് 2x സ്ക്വയർ, അതായത് ഈ 4y സ്ക്വയർ മൈനസ് 2y സ്ക്വയർ എന്താ? 2y സ്ക്വയർ ആണ്. മൈനസ് 2x സ്ക്വയർ അങ്ങനെ എഴുതി ഇൻറ്റു dy ബൈ dx പ്ലസ് 4xy ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക, അതായത് എല്ലാത്തുനിന്നും. അപ്പോൾ നമുക്ക് 2 എന്നിട്ട് RHSൽ കൊണ്ടുപോയാൽ അത് 0 ആയി പോകും. സോ അതായത് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം, അത്രയേ ഉള്ളൂ. സോ y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് dy ബൈ dx പ്ലസ് 4xy എന്ന് 2 പോയാൽ 2xy ഇസ് ഈക്വൽ ടു 0. അതായത് ഇതിനെ ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അതായത് മൈനസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസ് ഉള്ളിലേക്ക് പോയാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ dy ബൈ dx, എന്നിട്ട് ഈ പ്ലസ് എന്താവും? മൈനസ് ആവും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ dy ബൈ dx മൈനസ് 2xy ഈക്വൽ ടു 0. എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഫോമിലേക്ക് നമ്മൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് എഴുതി. Next question, the differential equation of all parabolas whose axes are parallel to y-axis is. Options തന്നിരിക്കുന്നത് A d cube y by dx cube equal to 0, B d square x by dy square equal to C, C d cube y by dx cube plus d square x by dy square equal to 0, D d square y by dx square plus 2 into dy by dx is equal to C. ഇതിൽ correct answer option A ആണ്, d cube y by dx cube is equal to 0. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. എല്ലാ പരാബോളസും അതിന്റെ ആക്സിസ് എന്താ പറഞ്ഞിട്ടുള്ളത്? പാരലൽ ടു വൈ ആക്സിസ്. അപ്പോൾ അത് പറഞ്ഞാൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. വേർട്ടെക്സ് എന്താണ്? 0 0 അല്ല. ക്ലിയർ ആയല്ലോ? പാരലൽ ടു വൈ ആക്സിസ് ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ വേർട്ടെക്സ് എന്താണ്? 0 0 അല്ല. അപ്പോൾ നമുക്ക് 0 0 ഒന്നും എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ h, k എന്ന് ജനറൽ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ? ഇനി നമുക്കറിയാം പാരലൽ ടു വൈ ആക്സിസ് ആണെന്ന് പറഞ്ഞു. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സാധാരണ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് എഴുതാറില്ലേ, അല്ലെങ്കിൽ 4by. ഓക്കെ, ഇപ്പൊ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഉം
x square equal to 4by. ഇതാണ് രണ്ട് ജനറൽ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി x square equal to 4by യിൽ നമുക്ക് വെറും x ഉം y എടുത്താൽ പോരാ, പകരം എന്താ ഈ x മൈനസ് h ഉം y മൈനസ് k യും എടുക്കണം. കാരണം എന്താ വേർട്ടെക്സ് 0 0 അല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് വെറും x ഉം y എടുക്കാൻ പാടില്ല, പകരം x മൈനസ് h ഉം y മൈനസ് k എടുക്കാം. സോ ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ x square is equal to 4by യിൽ x ന് x മൈനസ് h കൊടുക്കുക. x minus h whole square is equal to 4b into y ക്ക് പകരം എന്ത് കൊടുക്കണം y minus k. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ LHS x minus h whole square ഡെറിവേറ്റീവ് എന്താ 2 into x minus h into ഡെറിവേറ്റീവ് ഓഫ് x minus h എഴുതണം. x minus h ന്റെ ഡെറിവേറ്റീവ് എന്താ x ന്റെ 1 വരും, h ന്റെ 0 ആണ് വരിക. സോ അത് കാരണം നമുക്ക് ആ 1 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. സോ 2 into x minus h is equal to 4b into y യുടെ ഡെറിവേറ്റീവ് എന്താ dy by dx, k യുടെ ഡെറിവേറ്റീവ് 0. സോ അത് കാരണം 4b into dy by dx മാത്രം എഴുതിയാൽ മതി. അഗെയിൻ നമ്മൾ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LHSൽ നമുക്ക് 2 മാത്രമേ ഉണ്ടാവുള്ളൂ. RHSൽ എന്താ വരിക 4b into dy by dx നെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും d square y by dx square. LHSൽ ആക്ച്വലി ഈ 2 into x minus h വന്നല്ലോ, അവിടെ ഇപ്പോൾ അഗെയിൻ ഡെറിവേറ്റീവ് കാണുമ്പോൾ x ന്റെ 1 വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ h ന്റെ 0. സോ 1 minus 0 1, 2 into 1 അതായത് 2 തന്നെ വരും. 2 is equal to 4b into d square y by dx square. ഇതിൽ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ LHS എന്താവും 0 ആവും, 2 യുടെ ഡെറിവേറ്റീവ് 0. ഇനി RHSൽ 4b into d cube y by dx cube. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇക്വേഷൻ ഫോമിൽ കിട്ടി. അതായത് ഈ 4b എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് 0 by 4b കൊടുത്താൽ 0 വരും. അപ്പോൾ d cube y by dx cube എന്താ കിട്ടുക 0. ഇതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് dy by dx plus y tan x is equal to cos x and y of 0 is equal to 0, then the value of y of pi is. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിലെ ഒരു ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്, എന്നിട്ട് y of pi നമുക്ക് കണ്ടുപിടിക്കണം. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a pi, b 2pi, c minus 2pi, d minus pi. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൈനസ് പൈ. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് dy by dx plus y tan x is equal to cos x. അതിൽ dy by dx ന് y dash എന്ന് എഴുതി. ഓക്കെ, ഒന്നെങ്കിൽ y1 എന്ന് എഴുതാം അല്ലെങ്കിൽ y dash എന്ന് എഴുതാം, രണ്ടും സെയിം തന്നെ. സോ y dash plus y tan x is equal to cos x. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമായിട്ട് കമ്പയർ ചെയ്തൂടെ, കാരണം കറക്റ്റ് ആ ഫോമില തന്നിരിക്കുന്നത് dy by dx plus p into y is equal to q ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമായിട്ട് കമ്പയർ ചെയ്യാം. എന്നിട്ട് p യും q യും കണ്ടുപിടിച്ചൂടെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം y dash അത് ഇവിടെയും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ടേം y into tan x, അതായത് y into p, അപ്പോൾ p എന്തായി tan x ആയി. സോ p is equal to tan x നമുക്ക് കിട്ടി. നെക്സ്റ്റ് ടേം RHSൽ q, അതായത് q എന്ന് പറയുന്നത് cos x ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ p is equal to tan x, q is equal to cos x. ഇനി നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ e raised to integral p dx ആണ്. അതായത് e raised to integral p എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ tan x ഇവിടെ ഒരു dx ഉം കൂടി ഉണ്ട്. ഇന്റഗ്രൽ tan x എന്താ മൈനസ് ലോഗ് കോസ് എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ലോഗ് സീക്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് മൈനസ് ലോഗ് കോസ് എന്ന് എഴുതാം. രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് മൈനസ് ലോഗ് കോസ് എന്ന് എഴുതി. അപ്പൊ e raised to മൈനസ് ലോഗ് കോസ് എക്സ് is equal to 1 by cos x. എങ്ങനെയാണ് ഈ 1 by cos x വരുന്നത്? e raised to മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ മൈനസ് ലോഗ് a എന്ന് പറയുന്നത് എന്താണ് log of 1 by a ആണ് അല്ലേ. സോ അതിനെ നമ്മളിപ്പോൾ ഇവിടെ മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് പറയുന്നത് e raised to, ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ, e raised to integral. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. e raised to മൈനസ് ലോഗ് കോസ് എക്സിനെ നമ്മൾ log of 1 by cos x എഴുതി. ഓക്കെ, ഇനി e raised to നമ്മളിപ്പോൾ log x എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, x ആണെന്ന്. ഓക്കെ, ഇതൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. e raised to log of a function എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ e raised to log of 1 by cos x എന്ന് പറയുന്നത് എന്താവും 1 by cos x തന്നെയല്ലേ, ഈ ടേം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ 1 by cos x കിട്ടി. ഇനി നമുക്ക് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, y into integrating factor. y into integrating factor ആണ് LHSൽ വരിക, is equal to integral of integrating factor into q dx plus c.
ഇനി നമുക്ക് കിട്ടിയ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ കിട്ടിയത് 1/cos x ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ 1/cos x ആണ് ഇൻറ്റു q എന്താ cos x തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു dx പ്ലസ് c ദാറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു എന്നിട്ട് അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു അതായത് y/cos x ആണ് LHS ഉണ്ടാവുക ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഈ cos x ഉം നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലേ, ക്യാൻസൽ ചെയ്തു. സോ ഇന്റഗ്രൽ dx പ്ലസ് c ആണ് വരിക. ഇന്റഗ്രൽ dx എന്താ x ആണ്. സോ y/cos x ഇസ് ഈക്വൽ ടു x പ്ലസ് c. ഇനി ഈ cos x നെ RHS മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? y ഇസ് ഈക്വൽ ടു അതാണ് ഈ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്. y ഇസ് ഈക്വൽ ടു x ഇൻറ്റു cos x പ്ലസ് c ഇൻറ്റു cos x. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? x ന് 0 കൊടുക്കുമ്പോൾ y യുടെ വാല്യൂ 0 ആണ്. സോ ഇവിടെ x ന് 0 കൊടുക്കുക. അപ്പോൾ ഈ ടേം 0 ആവും. അഗൈൻ ഇവിടെ എന്താ വരിക? c ഇൻറ്റു cos 0 1 ആണ്. ഓക്കെ, അപ്പോൾ c ഇസ് ഈക്വൽ ടു LHS എന്ത് വരും? y 0 അല്ലേ? സോ c ഇസ് ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുക. അതായത് c 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സോ നമുക്ക് c 0 കിട്ടിയത് കൊണ്ട് y നെ നമുക്ക് ഒന്നുകൂടി എഴുതാം. അതായത് y ഇസ് ഈക്വൽ ടു x ഇൻറ്റു cos x പ്ലസ് c എന്നുള്ള ടേം ഇല്ല 0. അപ്പോൾ y ഇസ് ഈക്വൽ ടു x ഇൻറ്റു cos x ആണ് നമുക്ക് ഇനി എഴുതേണ്ടത്. ഇനി y ഓഫ് പൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ x ന് പൈ കൊടുക്കുക. സോ പൈ cos പൈ വരും. അതായത് cos ഓഫ് n പൈ എന്ന് പറയുന്ന ഫോർമുല എന്താ? -1 ആണ്. അപ്പോൾ ഇവിടെ n 1 ആണ്. സോ -1 എന്താ? -1 വരും. അപ്പോൾ -1 ഇൻറ്റു പൈ അല്ലെ, പൈ ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ -1 ഇൻറ്റു പൈ എന്താ? -π ആണ് ആൻസർ. Next question, the general solution of the differential equation dy by dx is equal to cos of x plus y with c as a constant is. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് തന്നിരിക്കുന്നത്. dy by dx equal to cos of x plus y. c കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a tan of x plus y by 2 is equal to y plus c, b sin of x plus y by 2 is equal to y plus c, c cos of x plus y by 2 is equal to x plus c, and d tan of x plus y by 2 is equal to x plus c. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ ജനറൽ ഫോം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പഠിച്ച മെത്തേഡ്സിൽ dy by dx is equal to cos of x plus y ആണ്. അപ്പോൾ ഡയറക്ട്ലി വേരിയബിൾ സെപ്പറബിൾ അല്ല, പക്ഷെ നമുക്ക് ഇതിനെ വേരിയബിൾ സെപ്പറബിളിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ ആണ്, പക്ഷെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഓർമ്മയുണ്ടോ? അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു നമ്മൾ വേറൊരു വേരിയബിൾ കൊടുത്ത പോലെ ഇവിടെ നമ്മളിപ്പോൾ എക്സ് പ്ലസ് വൈക്ക് വേറൊരു വേരിയബിൾ കൊടുക്കുക, വി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു x plus y is equal to v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വൺസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് y യുടെ ഡെറിവേറ്റീവ് dy by dx is equal to v യുടെ ഡെറിവേറ്റീവ് എന്താ? dv by dx. ഓക്കെ, അപ്പോൾ നമുക്ക് 1 plus dy by dx is equal to dv by dx എന്ന് കിട്ടി. അതായത് dy by dx ഇതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഈ 1 നെ RHS കൊണ്ടുപോകാം. സോ -1 ആവും അല്ലേ? അപ്പോൾ നമുക്ക് dv by dx -1 കിട്ടും. ദാറ്റ് ഈസ് dv by dx -1 എന്ന് പറയുന്നത് എന്താണ്? dy by dx ആണ്. അപ്പോൾ dy by dx എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് cos of x plus y ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos of x plus y. ഇനി x plus y എഴുതരുത്, പകരം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ cos v കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ dv by dx കണ്ടുപിടിക്കാം. അതായത് dv by dx equal to ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? ആ -1 എന്നുള്ളത് RHS കൊണ്ടുപോയാൽ +1 ആണ്. അപ്പോൾ dv by dx equal to cos v plus 1 കിട്ടി. ദെൻ അഗെയിൻ ഇതിനെ നമ്മൾ ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കുക. സോ v യുടെ ടേംസ് LHS, അതായത് dv ഇവിടെ ന്യൂമറേറ്ററിലാണല്ലോ, സോ v യുടെ ടേം LHS കൊണ്ടുവരാം. ദാറ്റ് ഈസ് dv ഡിവൈഡഡ് ബൈ ഇവിടെ ഇപ്പോൾ 1 പ്ലസ് cos v ആണുള്ളത്. സോ എൻറ്റയർ ടേം നമ്മൾ LHS കൊണ്ടുപോവുക. RHS dx മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ dv ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos x എന്ന് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? 1 പ്ലസ് cos x ഇസ് ഈക്വൽ ടു 2 cos സ്ക്വയർ x ബൈ 2 അല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടെ കൊടുക്കാം. 2 cos സ്ക്വയർ v ബൈ 2. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു dx. ഇനിയിപ്പോൾ സപ്പോസ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് വേരിയബിൾസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാറ്? LHSലും RHSലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് LHS ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതി ഇൻ്റഗ്രൽ 1 ബൈ cos സ്ക്വയർ v by 2 dv is equal to RHSൽ ഇന്റഗ്രൽ dx വരും. ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് എന്താ? x plus c ആണ്. അത് ഇവിടെ ഈ സ്റ്റെപ്പിൽ തന്നെ എഴുതി. ഓക്കെ, ഇനി ഇന്റഗ്രൽ 1 by 2 cos സ്ക്വയർ v by 2 നെ എങ്ങനെ എഴുതാം?
tan v/2 എന്ന് എഴുതാം. ഇന്റഗ്രൽ 1/2 cos v/2 അതായത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ sec² v/2 അതായത് 1/cos v/2 എന്ന് പറയുന്നത് sec² v/2. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് tan v/2ന്റെ ടേംസിലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ 1/2 cos v/2നെ tan v/2 എന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ട്. സോ tan v/2 is equal to x plus c. ക്ലിയർ ആയില്ലോ? ഇനി tan ഓഫ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് എഴുതുക. അതായത് v എന്ന് പറയുന്നത് എന്താ, x plus y ആണ്. അപ്പോൾ നമുക്ക് vക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x plus y കൊടുക്കുക ഇതിൽ. അപ്പോൾ tan of x plus y/2 is equal to x plus c ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 plus y square into tan inverse x dx plus 2y into 1 plus x square dy is equal to 0. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a minus 1/2 tan inverse x plus log of 1 plus y square is equal to c. b 1/2 tan inverse x whole square plus log of 1 plus y square equal to c. c 1/2 tan inverse x minus log of 1 plus y square equal to c. d none of this. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, 1 plus y square into tan inverse x dx plus 2y into 1 plus x square dy is equal to 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഓരോ ടേംസ് LHSലേക്കും അതർ ടേം RHSലും കൊണ്ടുപോകും. അതായത് 2y into 1 plus x square dy, ഈ സെക്കൻഡ് ടേം നമ്മൾ LHSൽ തന്നെ എഴുതി, എന്നിട്ട് ഫസ്റ്റ് നമ്മൾ RHSൽ കൊണ്ടുപോകും. മൈനസ് ഓഫ് 1 plus y square into tan inverse x dx. ഇനി അഗെയിൻ വേരിയബിൾ സെപ്പറബിൾ പോലെ ആക്കുക. അതായത് വൈയുടെ ടേംസിൽ LHSൽ എഴുതാം. അപ്പോൾ നമുക്ക് 2y divided by 1 plus y square into dy is equal to ഈ മൈനസ് ഇവിടെ തന്നെ എഴുതി tan inverse x divided by ഈ 1 plus x square RHSൽ കൊണ്ടുപോകാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരും into dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്തു, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം രണ്ട് സൈഡ്സും. അപ്പോൾ ഇന്റഗ്രൽ 2y by 1 plus y square dy is equal to ഈ മൈനസ് ഔട്ട്സൈഡ് എഴുതി ഇന്റഗ്രൽ tan inverse x by 1 plus x square dx. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാറില്ലേ സാധാരണ, ഇന്റഗ്രേഷൻ എന്താ ചെയ്യാറ്, LHSനെ മാത്രം ഇപ്പോൾ കൺസിഡർ ചെയ്യാം. അതായത് 1 plus y square ഇല്ലേ, അതിന് നമ്മൾ വേറൊരു വേരിയബിൾ കൊടുക്കുക t എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ 2y dy എന്താ, dt ആണ് അല്ലേ. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 2y dy എന്ന് പറയുന്നത് എന്താ, dt ആണ്. അപ്പോൾ ഇന്റഗ്രൽ dt ഡിവൈഡഡ് ബൈ 1 plus y square എന്താ, t ആണ്. സോ ഇന്റഗ്രൽ dt by t. ഇന്റഗ്രൽ 1/t dt എന്താ, log t ആണ്. ഈ t പറയുന്നത് എന്താ, 1 plus y square ആണ്. അതുകൊണ്ടാണ് അതിനെ log of 1 plus y square എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്തത്. ആ 1 plus y square നമ്മൾ വേറെ വേരിയബിൾ കൊടുത്തു, എന്നിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് log of 1 plus y square കിട്ടി. അതേപോലെ തന്നെ RHSൽ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് നമുക്ക് ടേംസ് നോക്കുക. അതായത് tan inverse x by 1 plus x square ഉണ്ട് അല്ലേ. ഈ tan inverse xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by 1 plus x square ആണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ tan inverse xന് നമ്മൾ എന്ത് കൊടുക്കുക, വേറൊരു വേരിയബിൾ ഇതേപോലെ u കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇവിടെ ആ സ്റ്റെപ്സ് കാണിച്ചിട്ടില്ല, ഇതെങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ tan inverse xന് u കൊടുക്കുക. അപ്പോൾ നമുക്ക് tan inverse xന്റെ ഡെറിവേറ്റീവ് എന്താ, 1 by 1 plus x square dx അല്ലേ, is equal to നമുക്ക് du കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്റഗ്രലിൽ ഇനി ഇതെല്ലാം റീപ്ലേസ് ചെയ്യാം. സോ ഇന്റഗ്രലിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ tan inverse xന് നമ്മൾ കൊടുത്തത് എന്താണ്, u ആണ്. സോ u വന്നു. 1 by 1 plus x square into dx, അതായത് dx by 1 plus x square എന്ന് പറയുന്നത് എന്താ, du ആണ്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് മൈനസ് ഓൾറെഡി ഔട്ട്സൈഡ് ഉള്ളതാണ്, അത് ഞാനിപ്പോൾ എഴുതുന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ u into du ഫോമിൽ കിട്ടും. ഇന്റഗ്രൽ u പറയുന്നത് u square by 2 ആണ് അല്ലേ. u എന്ന് പറയുന്നത് എന്താ, tan inverse x ആണ്. അപ്പോൾ tan inverse x whole square divided by 2. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടുന്നത്, ശ്രദ്ധിക്കുക. സോ മൈനസ് ഹാഫ് tan inverse x whole square plus c. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു റീഅറേഞ്ച്മെന്റ്, അതായത് ഈ മൈനസ് ടേം LHSൽ കൊണ്ടുപോകാം. സോ രണ്ടും കൂടി എഴുതാം. ഈ c എന്നുള്ളത് RHSൽ മാത്രം എഴുതാം. സോ 1/2 log, അതായത് 1/2 tan inverse x whole square plus log of 1 plus y square is equal to c. ഇതാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx plus 1 is equal to e raised to x plus y. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a x plus c into e raised to x plus y plus 1 equal to 0, b x plus c into e raised to xy minus 1 equal to 0, c minus of x plus c into e raised to xy plus 1 equal to 0, d none of these. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.
എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അതായത് dy by dx plus 1 is equal to e raised to x plus y ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. x plus yക്ക് വേറൊരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, അഗൈൻ റെഡ്യൂസിബിൾ ടു ആ ഒരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് തന്നെ. അപ്പോൾ x plus y is equal to t കൊടുത്തു. അപ്പോൾ x plus y is equal to t കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക LHSലും RHSലും. സോ 1 plus dy by dx equal to എന്ത് കിട്ടും? dt by dx കിട്ടും. അതാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. 1 plus dy by dx equal to dt by dx. ഇനി ഈ 1 plus dy by dx ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് e raised to x plus y ആണെന്നുള്ളത്. ഈ x plus y t ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ e raised to t എന്ന് എഴുതിക്കൂടെ? അതാണ് dt by dx നമ്മൾ e raised to t എന്ന് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ വേരിയബിൾ സെപ്പറബിൾ പോലെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാം. dt LHSലാണ്. സോ e raised to t LHS കൊണ്ടുവരാം, dx RHS എഴുതാം. അപ്പോൾ 1 by e raised to t നെ e raised to minus t എന്ന് എഴുതാം ഇൻറ്റു dt is equal to dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ e raised to minus t dt is equal to ഇൻ്റഗ്രൽ dx. അതായത് e raised to minus t യുടെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് e raised to minus t is equal to ഇൻ്റഗ്രൽ dx എന്താ? x plus c. അതായത് മൈനസ് e raised to, ഇനി ഈ tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. t എന്ന് പറയുന്നത് എന്താ? x plus y ആണ്. സോ മൈനസ് e raised to minus of x plus y is equal to x plus c. അതായത് e raised to minus ടേം ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയാൽ e raised to പ്ലസ് ടേം ആവും അല്ലേ? സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. മൈനസ് 1 by e raised to x plus y is equal to x plus c. ക്ലിയർ ആയല്ലോ? ഇനി ഈ e raised to x plus y നെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ -1 എന്നുള്ളത് ജസ്റ്റ് LHSൽ അല്ലെങ്കിൽ ഒരെണ്ണം, അതായത് -1 ഒരു സൈഡിലും അതർ ടേംസ് അതർ സൈഡിൽ എഴുതാം. അതായത് x plus c ഇൻറ്റു e raised to x plus y is equal to -1 കിട്ടി. അപ്പോൾ ഫൈനലി സൊല്യൂഷൻ എന്താ? ഈ -1 LHSൽ കൊണ്ട്, അപ്പോൾ +1 ആവില്ലേ? RHSൽ അപ്പോൾ എന്താ? 0. സോ x plus c ഇൻറ്റു e raised to x, ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, x പ്ലസ് മിസ്സിംഗ് ആണ്, x plus y plus 1 equal to 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ x plus c ഇൻറ്റു e raised to x plus y plus 1 is equal to 0. ഇതാണ് സൊല്യൂഷൻ വരിക. താങ്ക് യു.